അസ്സലാമു അലൈക്കും. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നല്ലൊരു ടേസ്റ്റുള്ള മസാല ഉപ്മാവാണ് ഉണ്ടാക്കുന്നത്. മുട്ടനെ കൊണ്ടാണ് മസാല ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി ഞാൻ ഒരു കപ്പ് റവ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. 1 കിലോ റവയാണ്. ഒരു കപ്പ് റവക്ക് 2 കപ്പ് വെള്ളമാണ് എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചട്ടി വെച്ച് ഒരു 2 ടേബിൾ സ്പൂൺ RKGയും ഒരു ഇച്ചിരി ഓയിലും ചേർത്ത് കൊടുക്കുക. ഇനി കുറച്ച് കടുക് പൊട്ടിച്ചെടുക്കാം. ജലദോഷം പിടിച്ചിന് കേട്ടോ, അതുകൊണ്ട് ശബ്ദമൊക്കെ അടഞ്ഞിട്ടാണ്. അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞിട്ടത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ അരിഞ്ഞ് വെച്ച ഒരു ഉള്ളിയാണ്, അതും ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ വഴറ്റി കൊടുക്കാം. ഇനി പച്ചമുളക് ഇട്ട് കൊടുക്കാം. മസാല ഉപ്മാവായതുകൊണ്ട് പച്ചമുളക് കുറച്ചാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു 4 പച്ചമുളകാണ് ഇട്ട് കൊടുത്തത്. അവനവൻ്റെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. അങ്ങനെ വഴറ്റിയതിന് ശേഷം ഒരു കപ്പ് വെള്ളം, ഈ ഒരു കപ്പിലാണ് റവ എടുത്തത്. ഒരു കപ്പിന് 2 കപ്പ് വെള്ളം. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇച്ചിരി മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം. അങ്ങനെ തിളച്ചതിന് ശേഷം നമ്മുടെ വറുത്ത് വെച്ച റവ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു കയ്യിൽ ഫോണാണ് കേട്ടോ, അതാണ് ഇങ്ങനെ. അപ്പോൾ നമ്മൾ റവ ഇട്ട് കൊടുക്കുമ്പോൾ ഒരു കൈ കൊണ്ട് ഇളക്കി കൊടുക്കാം, അല്ലെങ്കിൽ കട്ട പിടിക്കും. വെറും 3 മിനിറ്റ് കൊണ്ട് നമ്മുടെ ഉപ്മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി മസാല ഉണ്ടാക്കണം. നല്ലപോലെ ഇളക്കിയതിന് ശേഷം 1 മിനിറ്റ് ചെറിയ തീ വെച്ചിട്ടൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. ഞാൻ 4 മുട്ടയാണ് എടുത്തത്, 1/2 കിലോ റവക്ക്. ഇനി മസാലയ്ക്ക് വേണ്ടി ഒരു ചട്ടി വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 3-4 ചോള ചെറുതായി അരിഞ്ഞിട്ട് വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞിട്ടത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് നല്ലപോലെ വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2-3 പച്ചമുളക് ചെറുതായി അരിഞ്ഞിട്ടത് ചേർത്തിട്ടുണ്ട്. ഇനി ഒരു ഉള്ളി ചെറുതായി അരിഞ്ഞിട്ടത് എല്ലാം കൂടി ഒരുമിച്ച് വഴറ്റി കൊടുക്കാം. ഇനി 2 തക്കാളി ചെറുതായി അരിഞ്ഞിട്ടത് ഇനി വഴറ്റി കൊടുക്കാം. പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു ഇച്ചിരി മഞ്ഞൾ പൊടി, ഒരു 3/4 ടേബിൾ സ്പൂണ് മുളക് പൊടി. നല്ലോണം വഴറ്റിയതിന് ശേഷം ഞാൻ ഒരു ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസ് ചേർത്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോ ഇല്ല കേട്ടോ. പിന്നെ ഒരു ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞിട്ടത്, പിന്നെ മല്ലിയില ഒക്കെ വഴറ്റിയതിന് ശേഷം നമ്മുടെ മുട്ട ചെറുതായി പൊട്ടിച്ചിട്ട് അതിലേക്ക് മസാലയിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഉപ്മാവിലേക്ക് ഈ മസാല ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ഉണ്ടാക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഉണ്ടാക്കിക്കോളി കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ, വെറുതെ പറയല്ല കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്, നല്ല രസമാണ്. ഇനി ചിക്കനെ കൊണ്ടും ഇങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. ഇനി നല്ലപോലെ ഇളക്കിയിട്ട് ഒന്ന് ചെറിയ തീ വെച്ചിട്ട് 1 സെക്കൻഡ് ഒന്ന് അടച്ചു വെച്ച് കൊടുത്ത് കണ്ട നല്ല അടിപൊളി ഉപ്മാവാണ്. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. തുടർന്ന് എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യണം. അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ മസാല ഉപ്മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. കാണുന്ന പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. കാണാനും ഭംഗിയാണ്, കഴിക്കാൻ ടേസ്റ്റുമാണ്. ഓക്കെ, ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം.